കുമ്പള ടോൾ പിരിവിൽ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല സമരം ചെയ്യേണ്ടത്. മന്ത്രിയുടെ കോലം കത്തിക്കാനും നിയമം കയ്യിലെടുക്കാനും തന്നെ കിട്ടില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കൂടിയാലോചന നടത്താതെ ചില വ്യക്തികൾ കോടതിയിൽ പോയതാണ് തിരിച്ചടിയായതെന്നും ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ രാജ്മോഹൻ ഉണ്ണിത്താൻ പുകഴ്ത്തുകയും ചെയ്തു. മന്ത്രിയുടെ കോലം കത്തിച്ചല്ല സമരം ചെയ്യേണ്ടതെന്നും ഉണ്ണിത്താൻ പറയുന്നു. ന്യൂസ് 18ന്റെ വളരെ എക്സ്ക്ലൂസീവായുള്ള വാർത്ത നൽകുന്നത് ബൈജു ആണ്. ഉണ്ണിത്താന്റെ വാക്കുകളിലേക്ക് ആദ്യം, അതിനുശേഷം ബൈജു തത്സമയം ചേരും. കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവിനെതിരെ ശക്തമായ സമരവുമായി BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരുമ്പോൾ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അസാന്നിധ്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതായാലും അദ്ദേഹത്തിന് അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. സമരത്തിന് എതിരല്ല, സമരത്തിന് ശക്തമായ പിന്തുണ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ സാങ്കേതികപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഏതായാലും നമ്മോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ചേരുകയാണ്. ഈ വിഷയത്തിൽ ഈ കാര്യം വിശദമാക്കാൻ ഉണ്ണിത്താൻ MP തന്നെ ചേരുന്നു. ഈ സമരം ശക്തമായി തുടരുകയാണ്. അന്യായമായ ടോൾ പിരിവാണ് നടക്കുന്നത്. പക്ഷേ MP-യുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന ഒരു വിമർശനം ഉയരുന്നത്, പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് MP ഒരു അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്? എന്താണ് കാരണം? ഈ സമരത്തിന് വേണ്ടി ആദ്യമായി അവിടെ പോയി സമരം ഉദ്ഘാടനം ചെയ്ത ഞാനാണ്. അന്ന് ഞാൻ പ്രസംഗിച്ച എല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. കാരണം ഇവിടെ ഇനിയിപ്പോൾ ലാത്തി ചാർജ് വരും, കണ്ണീർവാതക പ്രയോഗം വരും, ജലപീരങ്കി വരും, അവസാനം വെടിവെപ്പ് നടന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നെഞ്ചത്താണ് ആദ്യത്തെ വെടി. എന്നിട്ട് മുതുകത്ത് വെടികൊള്ളില്ല. ഞാനാണ് പോയി അത് ചെയ്തത്. മാത്രമല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പാർലമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് 60 കിലോമീറ്ററിനകത്തെ ഒരു ടോൾ ഗേറ്റ് വരൂ, അതാണ് നിയമം. ഇവിടെ ഇപ്പോൾ തലപ്പാടിയിൽ ടോൾ ഗേറ്റ് ഉണ്ട്. ആ ടോൾ ഗേറ്റ് ഇപ്പോൾ 20 കിലോമീറ്ററിനകത്താണ് രണ്ടാമത്തെ ടോൾ ഗേറ്റ് ആരിക്കാടിയിൽ വരുന്നത്. അത് വളരെ അന്യായമാണ്, നിയമവിരുദ്ധമാണ്. അവിടെ ഈ ടോളിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അന്ന് അയാൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, അയാളുടെ പേര് അഷ്റഫ് കർള എന്നാണ്, അദ്ദേഹം കോടതിയിൽ പോയി, കോടതി കേസ് കൊടുത്തു. അപ്പോൾ ഒരു സമരമുഖത്ത് നിൽക്കുന്ന എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടേ കോടതി പോകാൻ? ആരോട് ആലോചിച്ചിട്ടാണ് കോടതി പോയത്? ആര് പറഞ്ഞിട്ടാണ് കോടതി പോയത്? അപ്പോൾ കർള അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് കോടതി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എതിർകക്ഷി ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. അവർ കോടതിയിൽ ഇത് സമർപ്പിച്ചു, അഫിഡവിറ്റ് കൊടുത്തു, കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തു. അതിനകത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ ടോൾ ഗേറ്റ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ പെർമിഷൻ, അത് റൂൾ 8(2)ൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 60 കിലോമീറ്ററിനകത്താണ് ഒരു ടോൾ ഗേറ്റ് എങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചാൽ വിത്ത് ദി നോളജ് ആൻഡ് കൺസെൻറ്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കാമെന്ന് അവർ റൂൾ 8 വെച്ചിട്ട് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റ് കോടതി അംഗീകരിച്ചു. അങ്ങനെ അഷ്റഫ് കർളയുടെ പെറ്റീഷൻ കോടതി തള്ളിക്കളഞ്ഞു. ഒരു നിയമവിരുദ്ധമായ നടപടി ഇക്കാര്യത്തിലില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിച്ചിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ രണ്ടാമത്തെ ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നത്. അത് റൂൾ 8ൽ അതിന് അനുവാദമുണ്ട്, അങ്ങനെ സ്ഥാപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. അപ്പോൾ കർള കൊടുത്ത ഈ പെറ്റീഷൻ കോടതി തള്ളിക്കളഞ്ഞു. ടോൾ പിരിക്കാനുള്ള അനുവാദം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. കോടതിയിൽ പോയി, കോടതിയുടെ ഉത്തരവ് വന്നു. കോടതി എന്താ പറഞ്ഞ്? ടോൾ പിരിക്കാൻ പറഞ്ഞു. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ്, ഈ നിയമം ലംഘിക്കണോ? നിയമവാഴ്ചയെ വെല്ലുവിളിക്കണോ? ഞാനെന്താ അവിടെ പോയി കോടതി സമരം ചെയ്യണോ? ആലോചിച്ച് നോക്ക്. ആരോട് ചോദിച്ചിട്ട് കോടതി പോയി? ആലോചിച്ചു? ഒരു സമരമുഖത്ത് നിൽക്കുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന BJP ഒഴിച്ചുള്ള എല്ലാവരുമായിട്ട് ആലോചിക്കണ്ടേ? ആലോചിക്കാതെ കേസ് കൊടുക്കാൻ പാടുണ്ടോ? കേസ് കൊടുത്ത് ആ വിധി മറച്ചു വെച്ച് അപ്പീൽ കൊടുത്തു. അപ്പീലും വിഡ്രോ ചെയ്തു. മലയാളത്തിൽ ചൊല്ലി അരി തിന്നതും പോരാ, ആശാരിച്ച് കടിച്ചും പിന്നെ നായിക്ക മുറുറുപ്പെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 2 കേസുകൾ കൊടുത്തിട്ടുണ്ട്. ആരാ കൊടുത്തത്? ഈ സുബൈർ, മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ്, നാസർ, ഇവർ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കോടതി വിധി വരുന്നത് വരെ ഈ വിധി നിലവിലുണ്ട്. ഇതിന് സ്റ്റേ കിട്ടിയിട്ടില്ല. അപ്പീൽ കൊടുത്ത് അപ്പീൽ പിൻവലിച്ചു. അപ്പോൾ കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ആത്മസംയമനം കാണിക്കണം. എന്നോട് ഏറ്റവും കൂടുതൽ സൗഹാർദ്ദപരമായി നിലപാടെടുത്ത ഒരാളാണ് നിതിൻ ഗഡ്കരി. ഇനിയും
ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ ഈ മന്ത്രി ഇരിക്കുമ്പോൾ ആ മന്ത്രിയുടെ അടുത്തല്ലേ ഞാൻ പോകണ്ടേ? അപ്പം മന്ത്രിയുടെ കോലം കത്തിക്കാൻ ഞാൻ പോകണമെന്നാണ് പറയുന്നത്. ആണോ? ഒരു MP-യുടെ ജോലി കോലം കത്തിക്കലാണോ മന്ത്രിയുടെ? MP-യുടെ ജോലി ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുകയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. കോടതിയെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ, നിയമത്തെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ ഞാനില്ല, നിയമം കയ്യിലെടുക്കാൻ ഞാനില്ല. പിന്നെ എനിക്കിപ്പോൾ BJP-ക്കെതിരെ അതുള്ള സർട്ടിഫിക്കറ്റ് ആരുടെയും വേണ്ട. ഞാൻ ആരാണെന്ന് കാസർഗോട്ടെ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്നെ ഇപ്പോൾ ചീത്ത വിളിക്കുക, ചീത്ത വിളിപ്പിക്കുക, ചീത്ത വിളിക്കുന്നവൻ ചീത്ത വിളിപ്പിക്കുന്നവരെ കുറിച്ചൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയാൽ അത് പിന്നെ വലിയ മോശമായി ഭവിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ടോൾ ഗേറ്റ് വരുന്നതിന് ഞാൻ ശക്തമായി എതിർത്തിരുന്നു, ഇപ്പോഴും എതിരാണ്. ഇത് ഒരു MLA-യുടെ മാത്രം പ്രശ്നമല്ല, ഒരു മഞ്ചേശ്വരത്തിൻ്റെ പ്രശ്നമല്ല, ഇത് കാസർഗോട്ടെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്. അതിനപ്പുറം കളക്ടറേറ്റിന് മുമ്പിലല്ലോ ടോൾ സമരം നടത്തണ്ടേ? കളക്ടറല്ലല്ലോ ഇതിൻ്റെ ഉത്തരവാദി. കളക്ടറാണോ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരാണ് ഈ കോടതി വിധി വാങ്ങിച്ചിരിക്കുന്നത്. അവർക്കെതിരെ സമരം നടത്താൻ എന്തിനാണ് കളക്ടറെ അടുത്ത് പോകുന്നത്? കളക്ടറല്ല സമരം ചെയ്യേണ്ടത്, അവിടെ പോയി പ്രസംഗിച്ചിരുന്ന കാര്യം. ഇവർ ആ ടോൾ ഗേറ്റ് അടിച്ചു പൊടിച്ചില്ലേ? ഇനി അവിടെ ഈ കോടതി വിധി മാനിക്കുന്നില്ലെങ്കിൽ അവിടെ അല്ലേ സമരം നടത്തണ്ടേ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ടോൾ സമരത്തിനെതിരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട്. കാര്യം ചില ആളുകളുടെ കഴിവുകേട് മറച്ചു വയ്ക്കാൻ MP-യുടെ തോളെ കൊണ്ടിടണ്ട. MP ആരാന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. എനിക്ക് നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറില്ല. അപ്പപ്പ കാണുന്നവരെ അപ്പനെന്ന് വിളിച്ചിട്ടുമില്ല, ഇനി വിളിക്കത്തുമില്ല. ഇപ്പോൾ 28-ാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ മന്ത്രിയെ പോയി കാണും. അതിശക്തമായി കാസർഗോട്ടെ ജനങ്ങളുടെ വികാരം ഞാൻ അദ്ദേഹത്തെ അറിയിക്കും. ഈ മന്ത്രി വളരെ MP-മാരോട് വളരെ സോബറായി പെരുമാറുന്ന ആളാണ്. MP-മാർ പറയുന്ന ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്ന മന്ത്രിയാണ്. എല്ലാ MP-മാർക്കും ഈ മന്ത്രിയെക്കുറിച്ച് ബഹുമാനമുണ്ട്. അപ്പോൾ BJP പ്രധാനമായും ആരോപിക്കുന്നത് അങ്ങനെ അവിടെ ഒരു വീണ്ടും മുസ്ലിം ലീഗിന് ഒരു ആധിപത്യം ഉണ്ടാക്കാനാണ് ഈ സമരം എന്നാണ്. BJP വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കേന്ദ്രമന്ത്രി കണ്ടു കഴിഞ്ഞാൽ ഇടപെട്ട തീരാവുന്ന പ്രശ്നമല്ല. BJP-യിൽ ഇടപെടും എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എങ്ങനെയാണ് കാണുന്നത്? അല്ല, അവർ കുറേ നാളായിട്ട് ഇങ്ങനെ ഇടപെട്ടു എന്ന് പറയുന്നതല്ല, ഇടപെട്ടുന്നില്ലല്ലോ. ഇതിപ്പോൾ BJP-യുടെ ചന്ദ്രശേഖരൻ പോയി മന്ത്രിയെ കണ്ട ഒരു ദിവസം കൊണ്ട് ഉത്തരവ് പിൻവലിക്കാൻ. ഇന്നലെ പ്രധാനമന്ത്രി വന്നല്ലോ. ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ രാജീവ് ചന്ദ്രശേഖർ പെടുത്തിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ രാഷ്ട്രീയ വശം ചർച്ച ചെയ്യാൻ ഞാനില്ല. ഞാൻ എന്നും ജനപക്ഷത്താണ്, ജനങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാനും നിയമവാഴ്ചയെ വെല്ലുവിളിക്കാനും നിയമം കയ്യിലെടുക്കാനും മന്ത്രിയുടെ കോലം കത്തിക്കാനും ഒന്നും രാജ്മോഹൻ ഉണ്ണിത്താനെ കിട്ടില്ല. കോലം കത്തിച്ചാൽ പിന്നെ ഞാൻ അവിടെ ചെന്നാൽ ഒരു അപ്പോയിൻമെൻറ്റ് പോലും കിട്ടില്ല. അപ്പോൾ ഇവരതാണോ ഉദ്ദേശിക്കുന്നത്? അതിനൊന്നും ഞാനില്ല. ലോട്ട് വീണാൽ പാർലമെൻറ്റിനകത്തും ഈ ടോൾ ഗേറ്റ് സമരം ഞാൻ കൊണ്ടുവരും. ഏതായാലും ടോൾ പിരിവിനെതിരെ സമരസമിതിയിലെ ചില അംഗങ്ങൾ നിയമപരമായ നീങ്ങിയതാണ് ഇതിൽ പ്രശ്നമെന്നാണ് MP പറയുന്നത്. ഇതിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനുള്ള ശ്രമം വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.